ഉപനേതാവിന്റെ മുഖ്യമായിട്ടുള്ള കത്ത് CPM ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതല്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ, ഇന്നയാളാണ് ഉപനേതാവ് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആ ഉപനേതാവിന് അർഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിയമസഭയിലെ സീറ്റടക്കം, ഓഫീസ് അനുവദിക്കുന്നതടക്കം എല്ലാ കാര്യവും, ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാം നമ്മളത് ചെയ്യും. എന്തിനാ ഒരു മുറിയെക്കുറിച്ച് മാത്രം നമ്മൾ തർക്കിച്ച് നിൽക്കുന്നത്? മുറിയല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി ഞങ്ങളുടെ ഉപനേതാവ് ഇന്നതാണ്, നമ്മളത് ചെയ്യും. ഇനി KN ബാലഗോപാലിന് ഇരിക്കാൻ ഒരു സ്ഥലമാണ് എങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം തന്നെ PSC ചെയർമാൻ എന്നുള്ള നിലയിൽ ലെജിസ്ലേച്ചർ കോംപ്ലക്സിൽ തന്നെ ഒരു മുറിയുണ്ട്. ഇത് ഉപനേതാവിൻ്റെ മുറിയാണ്. ആ ഉപനേതാവിനെ തീരുമാനിക്കേണ്ടത് സ്പീക്കറല്ല. സ്പീക്കർക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവ് ഇന്ന ആളാണ് എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അത് തീരുമാനിക്കേണ്ട ഞാനില്ല. ലീഗലായിട്ട് അത് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഈ പ്രതിപക്ഷ നേതാവ് അല്ലാതെ അത്തരത്തിലൊരു കത്ത് ലഭിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് നൽകാതെ ഉപനേതാവിന് നൽകണമെന്ന് പറഞ്ഞ കത്ത് അല്ല, പ്രതിപക്ഷ നേതാവല്ലേ സ്പീക്കറുമായിട്ടുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവല്ലേ പറയേണ്ടത്. ഞാനത് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നിന്ന് അതാണ് ഈ ചോദ്യത്തിൻ്റെ ദുർസൂചന. അതല്ല, നമ്മൾ പ്രതിപക്ഷ നേതാവാണ് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ള ലീഗലായിട്ടുള്ള ആൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ. അദ്ദേഹം പറയുകയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആൾ പറഞ്ഞോ പ്രശ്നം തീർന്നു, ഒരു കുഴപ്പമില്ല. ഉപനേതാവിൻ്റെ മുറിയെക്കുറിച്ച് തർക്കമേയില്ല. ഉപനേതാവിൻ്റെ മുറി അവിടെ തന്നെയുണ്ട്. KN ബാലഗോപാലിനാണെന്നൊരിക്കൽ അദ്ദേഹത്തിന് PSC ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് താഴെ വേറൊരു മുറിയുണ്ട്. അതിനൊന്നും തർക്കമേ ഇല്ല. എന്തിനാ തർക്കമില്ലാത്തത്? CPM അപേക്ഷയെ വേണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇന്നയാളുടെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മതി. CPM അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ മേടിച്ചുകൊണ്ട് ഞാൻ അപേക്ഷയ്ക്ക് മേൽ സാങ്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നില്ല. അപേക്ഷയേ വേണ്ട. ഇന്നയാൾ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ മതി. അതാരാ പറയേണ്ടത്? നേതാവാണ് പറയേണ്ടത്. ആ നേതാവ് ആരാ? പ്രതിപക്ഷ നേതാവ്. അപ്പം അതുകൊണ്ട് ഇന്നയാളെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ആ മുറിയുണ്ട്, ആ സംവിധാനങ്ങളുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. അത് പക്ഷേ അവർക്ക് അർഹതപ്പെട്ടതല്ലേ. ആ അർഹതപ്പെട്ടതിനൊന്നും നമ്മൾ ഡിനേ ചെയ്യുന്ന പ്രശ്നവും ഇല്ല. അത് അവരുടെ ഇന്റേണലായിട്ടുള്ള പ്രശ്നം. ഞാൻ എന്തിനാ LDF-നകത്തെ ഇന്റേണലകത്തുള്ള വിഷയത്തിൽ ഞാനൊരു വക്കാലത്തിടേണ്ട കാര്യമില്ലല്ലോ. അതവിടെ അവർ തമ്മിൽ തീരുമാനിച്ചോട്ടെ. പക്ഷേ നിയമസഭയെ സംബന്ധിച്ച് നിയമസഭയുടെ മുമ്പിൽ കിട്ടേണ്ടതാരാ? ഉപനേതാവിൻ്റെ സൗകര്യങ്ങൾ ഇന്ന ആളിന് കൊടുക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എനിക്കൊരു തർക്കവുമില്ല. സ്പീക്കറെ കാര്യം പറഞ്ഞാൽ പ്രതിപക്ഷമായിട്ട് നല്ല രീതിയിലുള്ള എങ്ങനെ പ്രതിപക്ഷമായി വിശ്വാസത്തിലെടുത്ത് പോകാന്നുള്ളതാണ്. അപ്പൊ സാറ് ലോക്സഭാ സ്പീക്കറെ കാണുമ്പോൾ ഈ ഉപദേശം കൊടുക്കും. നിങ്ങളെല്ലാം കൂടെ കൂടിയൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ലോക്സഭാ സ്പീക്കറെ തിരുത്താനുള്ള ഒരാളല്ലല്ലോ ഞാൻ. നമ്മളുടെ സ്റ്റേറ്റ് വളരെ റിഫൈൻഡ് അല്ലേ? ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് എത്രയാണ്? ഏറ്റവും കൂടുതൽ ഒരു വർഷത്തിൽ കൂടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നിയമസഭയാണ്. ഫസ്റ്റ് നമ്മളല്ല, സെക്കൻഡാണ്. അതോടൊപ്പം തന്നെ ഈ നിയമസഭയിൽ എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും വേണ്ട വിധത്തിൽ അവരർഹിക്കുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 138 വർഷത്തെ പാരമ്പര്യം, ഞാൻ ആ പാരമ്പര്യത്തിൻ്റെ ഒരു അംശത്തിലാണ് ഒരു അവസാനത്തെ ആളെന്നുള്ള നിലയാണ് നിൽക്കുന്നത്. ഇനി അടുത്തത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അപ്പം ഞാനിതെല്ലാം കൂടെ ബ്രേക്ക് ചെയ്യാനില്ല. അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് പോകുകയാണ്. നമ്മളെല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു മോഡൽ എന്നുള്ള നിലയിലാണ് കേരള നിയമസഭ നിൽക്കുന്നത്. അതിലൊന്നും തർക്കം ഉണ്ടാക്കാനായിട്ട് ഞാനായി ഒരവസരം ഉണ്ടാക്കുകയില്ല. പുതിയ കുറേ MLA-മാർ വന്നിട്ടുണ്ട്. അവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങൾ അതൊക്കെ നടത്തുന്നു. 71 പേര് പുതിയ ആളുകളാണ്. 140-ൽ 71 എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഭൂരിപക്ഷം അവരല്ലേ. നമ്പർ 2, അവർക്കുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ട്രെയിനിങ് കഴിഞ്ഞു, രണ്ടാമത്തെ ട്രെയിനിങ്ങും കൂടെ വരാൻ പോകുക. അത് ട്രെയിനിങ് എന്ന് പറയാൻ പറ്റിയല്ലോ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അവരെന്തോ ചെറിയ ആളുകളാണെന്നോ അല്ല.
അവർ തുല്യാവകാശമുള്ള നിയമസഭാ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ ഇൻട്രാക്ഷൻ സെഷൻസ് നമ്മളുണ്ടാവും. ആരുമായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുമായിട്ട് നല്ല എക്സ്പേർട്സിനെ വിളിച്ച് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം വരും. അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം വരും. അപ്പോൾ എം എൽ എമാരുടെ ട്രെയിനിങ് എന്നുള്ളതല്ല, എം എൽ എമാരുടെ ഇൻട്രാക്ഷനുള്ള ഒരവസരം നമ്മൾ ഉണ്ടാക്കുക. വളരെ ടോപ്പായിട്ടുള്ള ആളുകൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അവർ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്ത് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അവർക്കുള്ള സംശയങ്ങളുണ്ടാകും. ആ സംശയ ദൂരീകരണത്തിന് വേണ്ടി നമ്മളൊരു ചാൻസ് ഉണ്ടാക്കണം. അതൊന്ന് നടന്നു, ഇനി രണ്ടാമത്തത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള എല്ലാ സഹായം ചെയ്യും.